ഒരു സന്തോഷം കൂടിയുണ്ട്. താങ്ക് യു സുരേഖ്. ഇനി മോർണിംഗ് ഷോയിൽ മറ്റൊരു അതിഥിയുടെ നേരമാണ്. ഇൻഡോ മെക്സിക്കൻ ട്രേഡ് കമ്മീഷണറും സാമ്പത്തിക വിദഗ്ധനും മണിരത്ന ഗ്രൂപ്പ് ചെയർമാനുമായ ശ്രീ മണികണ്ഠൻ സൂര്യവെങ്കട്ടയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇൻഡോ മെക്സിക്കോ ട്രേഡ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹം തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. ട്രേഡ് കമ്മീഷണർ എന്ന നിലയിൽ ദീർഘകാലം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് കൂടിയാണ് താങ്കളോട് ചോദിക്കുന്നത്. ആദ്യം തന്നെ താങ്കൾക്ക് കേരള വിഷൻ ന്യൂസിലേക്ക്, ഗുഡ് മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. ലോകത്ത് ഇപ്പോൾ 2 യുദ്ധങ്ങളാണ് നടക്കുന്നത്, പശ്ചിമേഷ്യയിലും റഷ്യൻ യുക്രൈൻ രാജ്യങ്ങളിലുമൊക്കെ. ഈ യുദ്ധങ്ങളിൽ നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ബാധിക്കുന്നുണ്ടോ? സ്വർണത്തിനും ക്രൂഡ് ഓയിലിനുമൊക്കെ ഇപ്പോൾ വില കൂടുന്നുണ്ട്. ഇത് അധികം വൈകാതെ ഈ സകലമാന മേഖലയിലേക്കും വിലക്കയറ്റത്തിലേക്ക് നയിക്കുമോ? ഇത്തരത്തിൽ പല ആശങ്കകളുമുണ്ട്. ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ കൂടി താങ്കൾക്ക് വിലയിരുത്താം. ശ്രീ വെങ്കട്ട. Once again, good morning. As a trade commissioner with the knowledge what I have in connection with ചോദിച്ച ചോദ്യത്തിന് ക്ലിയർ ആയിട്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റും. ചോദിച്ചതിൽ വിലക്കയറ്റം in connection with 2 wars which is going on. ഒന്ന് ഇസ്രായേലും ഗാസ, the second is റഷ്യ യുക്രൈൻ. ഓൾറെഡി ഇന്ത്യ വളരെ സ്മാർട്ടായിട്ടാണ് പ്ലേസ് ആയിരിക്കുന്നത്. വളരെ ഡിപ്ലോമാറ്റിക് ലെവലിലാണ് കാര്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാവരും തന്നെ റഷ്യയിൽ ക്രൂഡ് വാങ്ങിക്കാത്തൊരു സിറ്റുവേഷനിൽ ഇന്ത്യ അതിന് കൂടെ നിൽക്കാതെ 140 crore പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ക്രൂഡ് ഓയിൽ വളരെ ചെറിയ റേറ്റിലാണ് ഇന്ന് റഷ്യയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദർ വിൽ നോട്ട് ബി എനി ഇമ്പാക്റ്റ് ഓൺ ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു വിലക്കയറ്റം കൊണ്ടാണ് ഇൻഫ്ലേഷൻ്റെ റേറ്റും മുകളിലോട്ട് പോകുന്നത്. പക്ഷേ നമ്മളെ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി മച്ച് അണ്ടർ കൺട്രോൾ. സോ ഇൻ കേസ് ഓഫ് ക്രൂഡ് ഓയിൽ ദർ ഇസ് നത്തിങ് ടു വറി. ഇന്ത്യ ഈസ് ഓൾവേസ് ഓൺ എ സേഫർ സൈഡ്. നെക്സ്റ്റ് പോയിന്റ്, ഗോൾഡിൻ്റെ വിലക്കയറ്റം. ഗോൾഡിൻ്റെ വിലക്കയറ്റവും അത് നമുക്ക് പേഴ്സണലി ഇന്ത്യക്ക് മാത്രം തീരുമാനിക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ലാത്തത് കൊണ്ട്, അത് ലോകത്തിൽ തന്നെ കമോഡിറ്റി മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്നതുകൊണ്ട്, ഇത്രയും കൺഫ്യൂഷൻസ് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട് ഈക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സെൻസെക്സ്, നമ്മളെ ഇന്ത്യൻ എക്കോണമി വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും അവരവരെ ഓഹരി മാർക്കറ്റ് വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഗോൾഡിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇൻവെസ്റ്റർ ഈക്വിറ്റി മാർക്കറ്റിൽ നിന്ന് മാറിയിട്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ വിലക്കയറ്റം. വൺസ് ദ വാർ ഗെറ്റ് നോർമൽ, അഗെയിൻ ദ ഗോൾഡിൻ്റെ റേറ്റ് ചെറിയ രീതിയിൽ താഴോട്ട് പോകും. ലെറ്റ് us നോട്ട് എക്സ്പെക്ട് ദാറ്റ് ഗോൾഡിൻ്റെ റേറ്റ് വല്ലാണ്ട് താഴോട്ട് പോകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. ഇനിയൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോൾഡ് ഇൻ കമോഡിറ്റീസ് ഇസ്, ഇനിയൊരു പ്രതിസന്ധിയും കൂടി ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ദെൻ 22 ക്യാരറ്റിൻ്റെ കാര്യം പറയണമെങ്കിൽ 22 ക്യാരറ്റിൻ്റെ റേറ്റ് 1 ഗ്രാമിന് ഏകദേശം 7500 രൂപ വരെ പോകാൻ സാധ്യത ഉണ്ട് ഇൻ ഇന്ത്യൻ റുപ്പി. സോ ഇതാണ് ഇത് രണ്ടിൻ്റെയും കാര്യം. ഇൻ കേസ് ഓഫ് ഇൻഫ്ലേഷൻ, വിലക്കയറ്റം അത് ഒരുപാട് നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. ആൻഡ് ഇന്ത്യ ആസ് എൻ എക്കോണമി ഈസ് വെരി സ്ട്രോങ്. Indian diplomacy is doing very good. Indian per capita income is doing very good. India's foreign reserves is doing very good. India is buying a lot of gold also. അപ്പോൾ എല്ലാം കൊണ്ടും India is playing a safe game. That is what is my understanding. ഈ ഇൻഡോ മെക്സിക്കൻ ട്രേഡ് കമ്മീഷനാണ് താങ്കൾ. ഈ മെക്സിക്കോയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങളിലും കേരളത്തിനോട് സാദൃശ്യമുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾക്കും മറ്റ് പ്രകൃതി വിഭവങ്ങൾക്കും ഒക്കെ മെക്സിക്കോയിൽ വ്യാപാര സാധ്യതകളുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ശ്രീ വെങ്കട്ട? മെക്സിക്കോ ആസ് എ കൺട്രി, ഒരു രാജ്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ വെരി മച്ച് സ്പൈസ് ഇൻടേക്ക് ചെയ്യുന്ന ഒരു രാജ്യമാണ്. സാധാരണ ഇന്ത്യ, ഏഷ്യയിൽ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും ദാറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും US ആസ് എ കൺട്രി അധികം സ്പൈസ് കഴിക്കാത്ത ആൾക്കാരാണെന്ന്. ബട്ട് ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് മെക്സിക്കോ. മെക്സിക്കോ സ്പൈസ് ഇൻടേക്ക് ഒരുപാട് കൂടുതലായതുകൊണ്ട് their intake of spice is more than Indians. മെക്സിക്കൻ അംബാസിഡർ എൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി സ്പൈസസ് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കുസീൻസും പോലും മെക്സിക്കോയിൽ തുടങ്ങിയ ഒരുപാട് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പെർട്ടിക്കുലർ അഭിപ്രായം. അതുകൊണ്ട് ദർ ഇസ് ഹ്യൂജ് സ്കോപ്പ് ഫോർ സ്പൈസസ് എക്സ്പോർട്ട് ആസ് വെൽ ആസ് കോയർ. നമുക്ക്
നമ്മളെ ചേർത്തല ഭാഗം ആലപ്പുഴ ഭാഗത്തിലൊക്കെ കോയറിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് വലിയൊരു മാർക്കറ്റാണ് മെക്സിക്കോ. ഓൾറെഡി ഡെലിഗേഷന് വേണ്ടി പോണ സമയത്ത് കോയറിൻ്റെ 2-3 ഓൾറെഡി മാനുഫാക്ചറിങ് യൂണിറ്റ്സ് അവർ താല്പര്യപ്പെടുന്നുണ്ട് മെക്സിക്കോയ്ക്ക് വരാൻ വേണ്ടി. സ്പൈസസിന് ബന്ധപ്പെട്ട ഇടുക്കി മേഖലയിൽ 1-2 ഓൾറെഡി എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ദേ ആർ ഷോയിങ് കീൻ ഇൻട്രസ്റ്റ് ടു കം ടു മെക്സിക്കോ. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് മെക്സിക്കോ, മെക്സിക്കോ ഈസ് എ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൗൺസിലർ എന്ന് പറയുമ്പോൾ 20 രാജ്യങ്ങളുണ്ട്. അതിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമി ബാലൻസ് ചെയ്യുന്നത് മെക്സിക്കോ ആണ്. മെക്സിക്കോയും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അവിടെ ഉള്ള ബാക്കിയുള്ള 19 രാജ്യങ്ങൾക്കും ദർ ഇസ് എ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് നിന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും അവിടെ ബിസിനസ്സിന് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി പോയി കഴിഞ്ഞാൽ മെക്സിക്കോയിൽ മാത്രമല്ല ബാക്കിയുള്ള 19 രാജ്യത്തിലേക്കും അവർക്കൊരു ആക്സസിബിലിറ്റി കിട്ടും. ദെൻ ദ അതർ കീ പോയിന്റ് ഇസ് ദാറ്റ് മെക്സിക്കോ ഇസ് ജസ്റ്റ് നെക്സ്റ്റ് ടു കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സോ ദ ഓപ്പർച്യൂണിറ്റി ഈസ് വെരി ലാർജ് for people who want to invest and who are looking to diversify and enter into new markets. So Mexico, Latin America would be the best place. ശ്രീ സൂര്യവെങ്കട്ട, ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഇത്തരം കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ടാകാം. വ്യാപാരങ്ങൾ മെക്സിക്കോയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താങ്കൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളത്തെ ഇൻഡോ മെക്സിക്കോ ട്രേഡ് കമ്മീഷൻ ഓഫീസിൽ വന്ന് ചോദിച്ചാൽ ഉത്തരം ലഭിക്കുമോ? Absolutely, yes. It is not that ഇപ്പോൾ എല്ലാം എനിക്കും അറിയണമെന്നൊന്നുമില്ല. അവർ എൻ്റെ അടുത്ത് വന്ന് സമീപിച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ വന്നാലും എനിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട എല്ലാ ഡൗട്ട്സും ഞാൻ എൻ്റെ സൈഡിൽ ഞാൻ ക്ലിയർ ചെയ്യും ആസ് പെർ മൈ നോളേജ്. അതുകൂടാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ IETO എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ട്രേഡ് എക്കണോമിക് ഓർഗനൈസേഷൻ വിച്ച് സിറ്റ്സ് ഇൻ ഡൽഹി, അവരെ ത്രൂ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഡൽഹി പോവാതെ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടോ ഇൻഫർമേഷൻസ് വേണോ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ഇപ്പോൾ സ്പൈസും കോയറിൻ്റെ മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. മെക്സിക്കോ ഈസ് എ ബിഗ് മാർക്കറ്റ് ഫോർ സോളാർ ആൻഡ് ഗ്രീൻ എനർജി. സോ മെക്സിക്കോ ഈസ് പ്ലാനിങ് ടു ബിക്കം ഫുള്ളി ഗ്രീൻ ബൈ 2030. അപ്പോൾ ദേ ആർ ഗിവിങ് ലോട്ട് ഓഫ് സബ്സിഡീസ്. അങ്ങനത്തെ എന്ത് ഇൻഫർമേഷൻസ് വേണമെങ്കിലും റിഗാർഡിങ് ഇൻഫർമേഷൻ ടെക്നോളജി ആയാലും എന്ത് ഇൻഫർമേഷൻ കേരളത്തിലുള്ള ഏത് മൂലയിലുള്ള ആൾക്കാർക്കും വന്ന് നേരിട്ട് ദേ ക്യാൻ കം ആൻഡ് മീറ്റ് മീ ഇൻ പേഴ്സൺ, ഗിവ് മീ എ ഫോൺ കോൾ. എന്നെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനത്തെ ഒരു സർവീസും അങ്ങനത്തെ ഒരു ബ്രിഡ്ജായി മാറാൻ വേണ്ടിയാണ്. സോ ദർ ഇസ് നോ മീഡിയേഷൻ, എല്ലാം ഡയറക്റ്റായിട്ട് നടക്കും. ഈ കേരളത്തിൽ ബാങ്കിങ് മേഖലയിലെ നിക്ഷേപങ്ങളെക്കുറിച്ച് ഏറെ ചർച്ച നടക്കുന്നൊരു സമയമാണിത്. നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്? അതിൻ്റെ വിശദാംശങ്ങൾ താങ്കൾക്ക് പങ്കുവെക്കാമോ ശ്രീ വെങ്കട്ട? നൗ ഇതിനെക്കുറിച്ച് എനിക്ക് പെർട്ടിക്കുലർലി പറയണമെങ്കിൽ ഐ ആം ഇൻ ദിസ് ഇതേ ഫീൽഡിൽ. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് നോൺ ബാങ്കിങ് ഫിനാൻസും അതേപോലെ ഏകദേശം എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്ട്സും ഞാൻ 25 ഇയേഴ്സായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇൻ കേരള 85% ഓഫ് ദ എൻറ്റയർ മാർക്കറ്റ് ഷെയർ ഫോർ എംപ്ലോയ്മെൻറ്റ് ഈസ് ഡിപ്പെൻഡഡ് പ്യൂർലി ഓൺ ഫിനാൻസ് ഇൻഡസ്ട്രി. അപ്പോൾ അത് ഫിനാൻസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് ബാങ്കിങ് മേഖല മാത്രമല്ല, നോൺ ബാങ്കിങ് സെഗ്മെൻറ്റ് വരും. അറ്റ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ചെറിയ ചെറിയ നിധി കമ്പനികളാവാം, ചിട്ടി കമ്പനികളാവാം, ഇവരാണ് കൂടുതൽ എംപ്ലോയ്മെൻറ്റിന് കൂടുതൽ സാധ്യത ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നോൺ ബാങ്കിങ് കമ്പനീസ് ആസ് വെൽ ആസ് അതർ ഫിനാൻസ് കമ്പനീസ് ആർ പ്ലേയിങ് എ മേജർ റോൾ. അപ്പോൾ ഇപ്പോൾ മാത്രമല്ല, ഇപ്പം 100 വർഷത്തിന് മുമ്പേ പഴക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവർ കേരളത്തിൽ മാത്രമല്ല അവർ കൺട്രോൾ ചെയ്യുന്നത്, അക്രോസ് ഇന്ത്യ 5000 ബ്രാഞ്ചിലൂടെ എത്തിയ സ്ഥാപനങ്ങളുണ്ട്. ഈ പഴയ കമ്പനികൾ മാത്രമല്ല, അതേപോലെ തന്നെ നല്ല പുതിയ തലമുറയിലും ഒരുപാട് ക്വാളിഫിക്കേഷനും അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ന്യൂ ജനറേഷൻ ആൾക്കാരും പ്രൊപ്പറേറ്റർഷിപ്പായിട്ടും പുതിയ ബിസിനസ്സായിട്ടും ഈ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫിനാൻസ് ഈസ് ഗോയിങ് ടു ബി എൻ എവർ എൻഡിങ് ബിസിനസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈസ് ഹ്യൂജ്. ആൻഡ് ട്രഡീഷണലായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന നമ്മളെ മലയാളികളാവാം, ഇന്ത്യൻസ് ആവാം, പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ടു മച്ച് ആർ ഇൻ ടു വിത്ത് ഗോൾഡ്. അപ്പോൾ ഗോൾഡ് മാത്രമല്ലാതെ തന്നെ അവർക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി കേറ്റർ ചെയ്യുന്ന സർവീസും കൂടിയാണ്. ഇൻ ദ ഫോം ഓഫ് ഡിപ്പോസിറ്റ്സ്, ഇൻ ദ ഫോം ഓഫ് ഡിബെഞ്ചേഴ്സ്, ചിട്ടി വളരെ ട്രഡീഷണൽ ആയാലും അന്ന് കാലം തൊട്ട് ഇന്ന് വരെ ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യാണ്, അതേപോലെ തന്നെ കുട്ടികളെ പഠിത്തം നമ്മൾ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഈ ലോങ് ടേം ചിട്ടികൾ, ഒരു 5 വർഷത്തിന് ചിട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊക്കെ കേരള മാർക്കറ്റ് ഇസ് റിയലി കേറ്ററിങ് എ ഗുഡ് സർവീസ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് മൈ അണ്ടർസ്റ്റാൻഡിങ്.
തീർച്ചയായും ഇത്തരത്തിൽ ബാങ്കിങ് ഇതര ബിസിനസ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക വൃത്തിയാണ്. ഈ കർഷകരാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള സ്ത്രീ മാതൃകകൾ ഉണ്ട്, ചെറുകിട വ്യാപാരികളുണ്ട്. ഇവരെല്ലാം ചേർന്ന് സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് എത്ര സാധ്യതയാണുള്ളത്? റിഗാർഡിങ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി ഞാൻ നമ്മളെ ഫാർമിംഗ് മാത്രമായിട്ട് ഞാൻ പറയില്ല. ലെറ്റ് ഇറ്റ് ബി പൗൾട്രി, ലെറ്റ് ഇറ്റ് ബി ഫിഷറീസ്, ഇതെല്ലാം തന്നെ നമ്മൾ ക്യുമുലേറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൗൾട്രി ഈസ് ഡൂയിങ് റിയലി ഗുഡ് ഇൻ കേരള. ഇതിനു മുമ്പേ ഒരു 5-6 വർഷത്തിന് മുമ്പേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മളെ മലയാളികൾ സേവിക്കുന്ന ബോയിലർ ചിക്കൻ ഓർ പൗൾട്രി ചിക്കൻ പോലും കോയമ്പത്തൂരിനാണ് വന്നുകൊണ്ടിരുന്നത്. ബട്ട് ടുഡേ when I or anybody do a survey, 90-95% നമുക്ക് കേരള ഫാമിങ്ങിനാണ് നമുക്ക് പൗൾട്രി ചിക്കൻ വരുന്നത്. വെരി റെയർലി എന്ന് പറഞ്ഞാൽ വലിയ തിരക്കുള്ള അക്കേഷൻസിൽ മേ ബി ലൈക്ക് ക്രിസ്മസ് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രം ചിലപ്പോൾ ഷോർട്ടേജ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ വെളിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സോ ദാറ്റ് ഫീൽഡ് ഇസ് റിയലി ഡൂയിങ് ഗുഡ്. ദെൻ ദർ വാസ് എൻ ഏരിയ ഓർ ദർ വാസ് എ ടൈം നമ്മളെ മലയാളികൾ ഫെൽറ്റ് ദാറ്റ് സ്വന്തമായിട്ട് ഒരു ചെറിയ കൃഷിയൊക്കെ ചെയ്യണത് അതിന് വലിയ ആവശ്യം ഇല്ല എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ടുഡേ ദ അവയർനെസ് ഇസ് ദെയർ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഒരു ജൈവ കൃഷി പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറിവേപ്പില ആവാം, ഇല്ലെങ്കിൽ ചീര ആവാം. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ മോണിറ്ററി സേവിങ്സ് മാത്രമല്ല, നമുക്ക് മെഡിക്കലി ഓൾസോ അത് നല്ല രീതിയിൽ നിന്ന് അങ്ങനത്തെ ഒരു നോളേജും അവയർനെസ്സും കൂടി കിട്ടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇൻ കമ്മിങ് ഡേയ്സ് ലൈക്ക് തമിഴ്നാട് ഓൺലി, Kerala also will become far ahead in agriculture because നമുക്ക് what we have, we are very blessed. നമുക്ക് നല്ല രീതിയിലുള്ള soil is very good. നമ്മളെ weather supports many type of cultivation and നമ്മളെ seasons. ഇപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം കുറച്ച് ഫ്ലഡ് കൂടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് അവർ റെയിനി സീസൺസ് ആർ വെരി ഗുഡ്. സോ ആൻഡ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാർമിംഗ് മെത്തേഡ്സ് വിട്ടിട്ട് ന്യൂ ജനറേഷൻ പഠിച്ച പിള്ളേർ പോലും agriculturally interest കാണിപ്പിക്കുന്നുണ്ട്. Whenever the new generation and the new blood comes into any type of thing, it is like a revolution. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടി ഉള്ളതുകൊണ്ട് ഐ തിങ്ക് നെക്സ്റ്റ് 5 years we can see agriculture also booming in a big way. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ അഗ്രികൾച്ചർ നോർമൽ അഗ്രികൾച്ചർ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കൃഷി മാത്രമല്ല ഞാൻ പറയുന്നത്. ലെറ്റ് ഇറ്റ് ബി പൗൾട്രി, ലെറ്റ് ഇറ്റ് ബി മിൽക്ക്, ലെറ്റ് ഇറ്റ് ബി ദാറ്റ് മീൻസ് ഡെയറി ഓർ ഫിഷറീസ്, എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ഇൻഡോ മെക്സിക്കോ ട്രേഡ് കമ്മീഷണർ ആയതുകൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ പലരും ഈ കാനഡയിലും US-ലും ഒക്കെ പോയി പഠിച്ച് അവിടെ ചേക്കേറാൻ കൊതിക്കുന്നവരാണ്, അങ്ങനെ തുടരുന്നവരുമുണ്ട്. പല രാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങൾ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്നത് മെക്സിക്കോ അതിർത്തികൾ വഴിയാണ്. അതിൻ്റെ പേരിൽ മലയാളത്തിൽ തന്നെ പല സിനിമകൾ തന്നെ ഉണ്ട്. സത്യത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പോകാതെ മെക്സിക്കോയിൽ നേരാംവണ്ണം പോയി പഠിച്ച് ജീവിത വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ടോ? See, like in common, I would like to tell everyone, ഓരോ കൺട്രീനെയും നമുക്ക് 2 രീതിയിലോ 3 രീതിയിലോ നമുക്ക് വേർതിരിക്കാൻ പറ്റും. വൺ ഇസ് ഡെവലപ്ഡ് എക്കോണമി എന്നുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, ഓർ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, ഓർ ഡിസ്റ്റർബ്ഡ് കൺട്രീസ് എന്ന് പറയും. ദാറ്റ് ഈസ് എ തേർഡ്. ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഡെവലപ്പിംഗ് കൺട്രീസ്. പഠിക്കാൻ പോയാലും ബിസിനസ്സിന് വേണ്ടി പോയാലും അതേപോലെ തന്നെ ജോലി അന്വേഷിച്ചോ ഇല്ലെങ്കിൽ ജോലി സാഹചര്യം നന്നായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പോയാലും ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും കുറേ സ്കോപ്പ് ഉള്ളത്. ഡെവലപ്ഡ് കൺട്രീസ് ഓൾറെഡി ദേ ആർ ടു മച്ച് ഡെവലപ്ഡ്. അവർ ചിലപ്പോൾ നമ്മളെയൊക്കെ തരേണ്ട ഇമ്പോർട്ടൻസ് ഒന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ പോയി ജോലി ആയാലും ബിസിനസ് ആയാലും ചെയ്തു തുടങ്ങി മാക്സിമം നമ്മൾ സമ്പാദിക്കുന്നത് അതേ രാജ്യത്ത് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. because the cost of living is on the higher side. So my suggestion as a man who understands the economy, I can literally suggest youngsters, new businessmen who are looking for new ventures and employment nokna alkarku polum, it is better that enter into a developing country where you will have another ഒരു 20 വർഷം ജോലി നല്ല രീതിയിൽ ജോലി ചെയ്യാനും നല്ല രീതിയിൽ സേവിങ്സ് ചെയ്യാനും പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് പഠനം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നല്ല രീതിയിൽ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടാനും ഒരുപാട് സാധ്യതകളുണ്ട്. ബട്ട് ഞാൻ ഒരു രാജ്യത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ആർ ടു ലെസ്
and they make use of us in such a way that നമുക്ക് തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് അയക്കാൻ കാശൊന്നും ഉണ്ടാവില്ല. പണ്ട് കാലത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല, ഇപ്പോൾ ഓൾറെഡി അവർ ഫുള്ളി അപ്പർ സൈഡാണ്. ആൻഡ് എല്ലാ സൈക്കിളിനും മുകളിൽ പോണ പോലെ തന്നെ താഴെ വരാനും that is the nature of which is made by God. അപ്പോൾ വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കവും ഉണ്ടാവും. സോ ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആക്ച്വലി ഡെവലപ്ഡ് ആയത് മാത്രമല്ല പതുക്കെ ദേ ആർ സ്ലിപ്പിംഗ് ഡൗൺ ഓൾസോ. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ആൻഡ് സേഫ് ദാറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് തന്നെ ഓപ്പർച്യൂണിറ്റി നോക്കി പോകുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും ഈ ഇൻഡോ മെക്സിക്കൻ ട്രേഡ് കമ്മീഷൻ എന്ന പദവിയും മണിരത്നയുടെ സാരഥി എന്നതും എങ്ങനെയാണ് ഈ കൂട്ടിയോജിപ്പിക്കാനാകുന്നത്? ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് 25 വർഷത്തിൽ ഞാൻ 2 സ്ഥാപനത്തിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഞാൻ എംപ്ലോയ്മെൻറ്റിൽ കയറിയ അവിടെ 13 വർഷം വർക്ക് ചെയ്തു. രണ്ടാമത്തെ കമ്പനിയിൽ ഞാൻ 7 വർഷം വർക്ക് ചെയ്തു. പിന്നെ ഞാൻ 4 വർഷം വർക്ക് ചെയ്തത് കൺസൾട്ടൻ്റായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഏത് പ്രോഡക്റ്റാണ് നമ്മളെ ജനങ്ങളെ ഇടയിൽ നമുക്ക് നന്നായിട്ട് നമുക്ക് കേറ്റർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങി അതിനു വേണ്ടിയുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ലൈക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമുക്കൊരു നല്ലൊരു ടീം ഉണ്ടാവണം. സെക്കൻഡ്, ഫോളോഡ് ബൈ എ ഗുഡ് കമാൻഡർ ഇൻ ചീഫ്, ലൈക്ക് ഒരു ഹെഡ് ടു ലീഡ് ദ ടീം ആൻഡ് എ വിഷണറി മാനേജ്മെൻറ്റ്. സോ ഈ 3 കോമ്പിനേഷനും ഞാൻ എൻ്റെ 25 വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കുണ്ട്. ഈ നല്ലൊരു ടീമും എൻ്റെ കൂടെ ഉണ്ട്, നല്ലൊരു കമാൻഡറും എൻ്റെ കൂടെ ഉണ്ട്, എനിക്കൊരു വിഷണറി മാനേജ്മെൻറ്റും കൂടി എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ റൈറ്റ് സൈഡിലുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് സൈഡ് എനിക്ക് അത്രയും ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. യെസ്, ഇവിടെ ഓൺ ദ അതർ സൈഡ് ട്രേഡ് കമ്മീഷണറിൻ്റെ പോസ്റ്റ് കഴിഞ്ഞ 6 മാസത്തിന് മുമ്പെയാണ് എനിക്ക് എൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ആയത്. അതിനു മുമ്പേ ഏകദേശം 8 മാസത്തോളം പല ഇൻ്റർവ്യൂസ് കംപ്ലീറ്റ് ആയിട്ടാണ് ഇതിൻ്റെ എനിക്ക് ഇൻസ്റ്റലേഷൻ്റെയും എന്നെ അപ്പോയിൻറ്റ് ചെയ്തത്. സോ ആ 8 മാസത്തിൽ തന്നെ ഞാൻ കുറേ സർവേ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് കംപ്ലീറ്റ്ലി ആ പ്രൊഫൈൽ ഒരു പുതിയ പ്രൊഫൈൽ ആയതുകൊണ്ട് കുറേ പഠനം ചെയ്യേണ്ടി വന്നു. എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിലായാലും ഇതിലായാലും നോളേജ് ഉണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. പൂർണ്ണമായിട്ട് 100% നോളേജ് ഒന്നുമില്ല. എല്ലാ ദിവസവും ഇനിയും പഠിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ബാലൻസിങ് ആക്ട് ചെയ്ത് പോകുന്നുണ്ട് മുമ്പോട്ട്. കാരണം നല്ല ടീം മെമ്പേഴ്സ് കൊണ്ട് കൂടെ സപ്പോർട്ട് ചെയ്യാൻ. ഈ കേരളത്തെ സംബന്ധിച്ച് നിക്ഷേപകർ ഇപ്പോഴത്തെ കാലത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ സൂര്യവെങ്കട്ട? ഇഫ് ഇറ്റ് ഈസ് ഒരു ഡിപ്പോസിറ്റ്, ഡിബെഞ്ചർ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റിലാണ് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ടൈപ്പ് ഓഫ് കമ്പനി വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ, അതിൻ്റെ റെഗുലേറ്ററി ബോഡി ആരാണ്, അത് അങ്ങനത്തെ ഒരു സ്ഥാപനത്തിന് റെഗുലേറ്ററി ബോഡി അപ്രൂവൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വാട്ട് ആൻ ഇൻവെസ്റ്റർ ഹാസ് ടു ലുക്ക് ഇൻ ടു. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി റെഗുലേറ്ററി ബോഡിയിൽ വന്നു, ഇറ്റ് ഈസ് പെർഫെക്റ്റ്, അവർക്ക് ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റും, ഇറ്റ് ഈസ് വെരി ഗുഡ്, സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവെസ്റ്റ്. പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടക്കാരാണ്, ഹു ആർ ദ പീപ്പിൾ ഹു ആർ റണ്ണിങ് ദ ഷോ, അവർക്കുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർക്കുള്ള എക്സ്പീരിയൻസ് എന്താണ്. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ തന്നെ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് സീനിയർ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്കറിയാം എടുക്കുന്ന ഡിപ്പോസിറ്റിൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് രീതിയിലാണ് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കി മാറ്റിയിട്ട് അവരെ പണം പ്രോപ്പറായിട്ട് പലിശയും സമയമാകുമ്പോൾ മുതലും തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ള മാനേജ്മെൻറ്റ് ആയിരിക്കും ഇഫ് അറ്റ് ഓൾ ദേ ആർ ഹാവിങ് പ്രോപ്പർ എക്സ്പീരിയൻസ്. So these are the 2 main important things what any investor has to look into. മൂന്നാമത്തേത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഇൻവെസ്റ്ററിന് കുറച്ചുകൂടി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ റെഗുലേറ്ററി ബോഡിയിൽ ഫിറ്റ് ആവുന്ന കമ്പനി, പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ്, മൂന്നാമത്തേത് മാനേജ്മെൻറ്റ് നമ്മളുടെ അടുത്ത് നിന്ന് ജനങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ഡിപ്പോസിറ്റ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം. സാധാരണ ഇപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി, നിധി കമ്പനിയിലും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിലും ഇങ്ങനെ പല സ്ഥാപനങ്ങളിലും പറയണത് എന്തെന്ന് പറഞ്ഞാൽ ഈ ഓരോ രീതിയിലുള്ള ബിസിനസ് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയിൽ ഗോൾഡ് ലോൺ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു, മൈക്രോ ഫിനാൻസ് ചെയ്യാൻ പറ്റും,
അങ്ങനെ സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷേ ഫോർ എൻ ഇൻവെസ്റ്റർ ഇറ്റ് ഇസ് ഓൾവേസ് സേഫ് ദാറ്റ് ആ പെർട്ടിക്കുലർ കമ്പനി സെക്യൂർഡ് ലോൺസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് എന്നാണ് എനിക്ക് ഫീൽ ആയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ സെക്യൂർഡ് ലോൺസിൽ വരുന്ന 2-3 ലോൺസിൽ ഏറ്റവും മേജർ പോർട്ട്ഫോളിയോയിൽ വരുന്നതാണ് ഗോൾഡ് ലോൺ. അപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണ അല്ല ഏതെങ്കിലും വലിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ലോൺ തിരിച്ച് കമ്പനികൾക്ക് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ സെക്യൂർഡ് ലോൺ ആകുമ്പോൾ ആ ജനങ്ങളെ സ്വർണ്ണമായിരിക്കും നമുക്ക് സ്ഥാപനത്തിൽ പണയത്തിലുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ആ സ്വർണം തിരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളെ കാശായാലും ആ ബിസിനസ് ചെയ്യാൻ വേണ്ടി ജനങ്ങളടുത്ത് നിന്ന് എടുത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും സേഫ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കേരളത്തിലെ സാധാരണക്കാരുടെ പരമ്പരാഗതമായ ഒരു നിക്ഷേപ മാർഗമാണ് ഈ ചിട്ടി പോലുള്ളവ. മാറിയ സാഹചര്യത്തിലും അതിൻ്റെ പ്രസക്തി തുടരുകയാണ്, പ്രത്യേകിച്ച് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അറിവുള്ള ഒരാൾ എന്ന നിലയിൽ കൂടി. ശ്രീ സൂര്യവെങ്കട്ട, ഇപ്പോൾ if you ask me in particular about chitti as a product, as an investment, it is one of the best investment, no doubt about it. ഏതൊരു പ്ലാൻഡ് ആയിട്ടുള്ള നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വെഞ്ചർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം വലിയ എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഡിവിഡൻഡ് കഴിഞ്ഞിട്ട് ചെറിയ എമൗണ്ട് അടച്ചാൽ മതി. അപ്പോൾ ഒരു ഫാമിലിയുടെ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വപ്നമായിരിക്കും ചിലപ്പോൾ ഒരു 800 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ആഫ്റ്റർ 5 years or 10 years. ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്, അതിലൊരു വീട് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അവസാനത്തെ നിമിഷം പോയി ഒരു ലോൺ എടുത്തിട്ട് 10 ലക്ഷം 15 ലക്ഷം ലോൺ എടുത്ത് അവസാനം 20 വർഷം അതിൻ്റെ അടവ് കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം ഡബിൾ ദ എമൗണ്ട് ആയി മാറും. ബട്ട് സിസ്റ്റമാറ്റിക്കലി ചിട്ടി എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് അതിൻ്റെ പകുതി പോലും, പലിശ പോലും അല്ല, പകുതി പോലും നമ്മൾ ലോൺ എടുക്കേണ്ട ആവശ്യം വരില്ല. ഇത് ഫുൾ നമ്മൾ ഈ ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് തന്നെ നമുക്ക് നമ്മളെ പ്ലാൻഡ് ആയിട്ടുള്ള എന്ത് പ്രോജക്റ്റും നമ്മൾ ചിട്ടിയുടെ ഇതായിട്ട് ചെയ്യാം. അത് ഇന്ന് തൊട്ടല്ല തുടങ്ങിയിരിക്കുന്നത്. ചിട്ടി പെർട്ടിക്കുലർലി ഇൻ കേരള ഇറ്റ് ഇസ് ദെയർ വിത്ത് അസ് വെരി മച്ച് ട്രഡീഷണലി സിൻസ് 1850s and 1860s. സോ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ദാറ്റ് ചിട്ടി വുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളെ ന്യൂ ജനറേഷൻ പലർക്കും ചിലപ്പോൾ ചിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിനി പുതിയതായിട്ട് അവരെ ചിട്ടിയിലേക്ക് കൊണ്ടുവരണം. ബിക്കോസ് അവർ കണ്ടു വളർന്നതെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കിട്ടുന്ന സാധനങ്ങൾ, മേ ബി ലൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം. ഓൺ ദ അതർ സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ലോൺ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്നൊരു ലോൺ മാത്രമല്ല, ഒരു ഹോം ലോണിന് വേണ്ടിയായാലും ലോണിന് തന്നെ അപ്രോച്ച് ചെയ്യും. ബട്ട് സിസ്റ്റമാറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിട്ടി വുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് വാട്ട് പീപ്പിൾ ക്യാൻ ഇൻവെസ്റ്റ് ആൻഡ് മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. ചിട്ടി കമ്പനീനെ കുറിച്ച് പറയണമെങ്കിൽ ചിട്ടി ഓവറോൾ ചിട്ടി നടത്തുന്ന കറക്റ്റായിട്ട് കംപ്ലയൻസ് ചിട്ടി രജിസ്ട്രാർ ആക്ടിൽ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ചിട്ടി നടത്തുന്ന ആൾക്കാർക്കും ലാഭമാണ്, ചിട്ടി ചേരുന്ന ആൾക്കാർക്കും ലാഭമാണ്, ചിട്ടിയുടെ കൂടെ അങ്ങനത്തെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ഒരുപാട് ലാഭമുണ്ട്. സോ ആസ് എ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ എ നട്ട്ഷെൽ ടു സേ ചിട്ടി ആസ് എ ഓവറോൾ എ പ്രോഡക്റ്റ് ഇറ്റ് ഈസ് വണ്ടർഫുൾ. വളരെയധികം നന്ദി താങ്കളുടെ അനുഭവം